CPI പാലക്കാട് ജില്ലാ കൗൺസിലിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ വിശദീകരണം നൽകി കെ ഇസ്മയിൽ. താൻ വളർത്തിയ പാർട്ടിയാണെന്നും പാർട്ടിക്ക് വേണ്ടി സഹിച്ച ത്യാഗവും പ്രയാസങ്ങളും വിവരിക്കാനാണ് കത്തിൽ കൂടുതലും അദ്ദേഹം സ്ഥലം കൊടുത്തിരിക്കുന്നത്. യുക്തമായ നടപടി സംസ്ഥാന കമ്മിറ്റിക്ക് എടുക്കാമെന്നും കെ ഇസ്മയിൽ ആവശ്യപ്പെട്ടു. നിഖിൽ പ്രമേഷ് ചേരുന്നു പാലക്കാട് നിന്ന്. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. കുറച്ച് കാലമായി ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണ് CPIയിലെ കെ ഇസ്മയിൽ. അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കാതിരിക്കാൻ കാരണം കാണിക്കാൻ പറഞ്ഞിരിക്കുക സംസ്ഥാന കൗൺസിലിനോടാണല്ലോ അദ്ദേഹം ഇപ്പോൾ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പറയൂ. ഗുഡ് മോർണിംഗ് അഗൈൻ. സൂചിപ്പിച്ചതുപോലെ തന്നെ കെ ഇസ്മയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി CPIയിലെ ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണ്. അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെ CPI മന്ത്രിമാർക്കെതിരെയൊക്കെ പറയാൻ മടിക്കുന്ന, പലപ്പോഴും നേതാക്കൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരാറുണ്ട്. ഇതിപ്പോൾ അദ്ദേഹത്തിന് ജില്ലാ കൗൺസിലിലെ പ്രത്യേക ക്ഷണിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ പുറത്താക്കാതിരിക്കാൻ കാരണം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ ഇസ്മയിലിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃത്വം ഒരു കത്ത് ദൂതൻ മുഖേന നൽകിയിരുന്നു. ആ കത്തിന് അദ്ദേഹം മറുപടി നൽകിയിരിക്കുകയാണ്. ആ മറുപടി എന്ന് പറയുന്നത് അങ്ങേയറ്റം വൈകാരികമാണ്. അദ്ദേഹം പറയുന്നത് താൻ വളർത്തിയെടുത്തൊരു പാർട്ടിയാണത്, താൻ അനുഭവിച്ച ക്ലേശങ്ങളും താൻ അനുഭവിച്ച പ്രയാസങ്ങളും വേദനകളും യാതനകളും ഒന്നും ഇപ്പോഴുള്ള ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. തനിക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനത്തെ വിനാശകാല വിപരീത ബുദ്ധി എന്നേ പറയാൻ കഴിയൂ. തൻ്റെ പ്രവൃത്തി പരിചയം, അതായത് MLA ആയും മന്ത്രിയായും സാധാരണ പ്രവർത്തകനായും ഒക്കെ ഉണ്ടായിരുന്ന തൻ്റെ പ്രവൃത്തി പരിചയം അത് ഉപയോഗപ്പെടുത്തുകയായിരുന്നു വേണ്ടത്. 84 കഴിഞ്ഞ കെ ഇസ്മയിൽ അദ്ദേഹത്തെ ഇനി തിരുത്താൻ ശ്രമിക്കാതെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയത്തെ കൂടി ഉപയോഗപ്പെടുത്താൻ CPI ശ്രമിക്കുകയായിരുന്നു വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ സംസ്ഥാന ഘടകത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇനി യുക്തമായ തീരുമാനം നിങ്ങൾക്ക് കൈക്കൊള്ളാം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കെ ഇസ്മയിൽ തൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നത്. അത് അങ്ങേയറ്റം വൈകാരികവുമാണ്. അതേസമയം കെ ഇസ്മയിലിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ച ആ തീരുമാനത്തിനെതിരെ ജില്ലാ കൗൺസിലിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്ര മുതിർന്നൊരു നേതാവിനെതിരെ നടപടിയെടുക്കുമ്പോൾ അത് പാർട്ടിക്ക് തന്നെ തിരിച്ചടിയാകും, ദോഷം ചെയ്യുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.